ഞാൻ വിധു. എൻ്റെ വീട് കോഴിക്കോടാണ്. പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ കാണാൻ പറ്റി, ഒരു മൂവി പോലെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാണ്. എനിക്ക് 5 വയസ്സായിരുന്നു ഫസ്റ്റ് ഞാൻ കാണുമ്പോൾ. ഒരു ചെറിയ കുട്ടി തോർത്ത് പോലത്തെ ഒരു ടവൽ പോലത്തെ ചുറ്റിയിട്ടുള്ള ഒരു ഏജിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് മുമ്പത്തേത് കണ്ടത്. അത് വലിയൊരു തറവാട് വീടാണ്. അത് ഒരു വെള്ളം നമ്മളെ കാലിനൊക്കെ കിട്ടണ അങ്ങനത്തെ ശീലയില്ലേ, അങ്ങനത്തെ മഞ്ഞ കളർ വെള്ളമില്ല, കോറത്തുണി, അതാണ്. അതിങ്ങനെ ചുറ്റി നടക്കും, മേലെ ഒന്നും ഇടില്ല, അങ്ങനത്തെ ഡ്രസ്സാണ് 5th ഏജിൽ. പിന്നെ 10th ഏജിൽ വെള്ള ഇതുകൊണ്ട് പെറ്റിക്കോട്ട് പോലത്തത്, ഇത്ര നീളമുള്ളത്, മുട്ട് വരെ നീളമുള്ള പെറ്റിക്കോട്ട് പോലത്തെ. പിന്നെ ഓർമ്മയിൽ കാളവണ്ടിയിൽ പോകുമ്പം പ്ലെയിൻ വൈറ്റ് ലോങ് സ്കേർട്ടും പിന്നെ വൈറ്റ് തന്നെ ജാക്കറ്റുമാണ്, ലെങ്തി ജാക്കറ്റാണ്. അതിനകത്ത് റെഡ് ഡോട്ട്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ പഫി ആയിട്ട് നിൽക്കുന്ന കൈയാണ്. ആ 3 ഡ്രസ്സുകൾക്ക്. പിന്നെ ലൈഫിൽ ഫുള്ളി യൂസ് ചെയ്യുന്നത് വെള്ള സെറ്റും കൊണ്ടും ഡ്രസ്സുകളാണ്. അതല്ലാത്ത വേറെ ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നില്ല. ഈവൻ കോളേജിലും സെറ്റും കൊണ്ടും പോലത്തെ ഡ്രസ്സുകൾ തന്നെയാണ് അധികം യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ഡ്രസ്സുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ചുരിദാർ അങ്ങനെയൊന്നുമില്ല. അമ്മ വെള്ള സെറ്റും കൊണ്ടും, അമ്മ പ്ലെയിൻ വെള്ള സെറ്റും കൊണ്ടും. എൻ്റെ ഡ്രസ്സിനകത്തൊക്കെ ബോർഡേഴ്സ് ഉണ്ട് സെറ്റും കൊണ്ടിൻ്റെ. അമ്മ അതല്ല, വെള്ള കോഡിങ് കൊണ്ട് പോലത്തെ ഇല്ലേ, അത് സെറ്റും കൊണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണ്. അമ്മാമ്മയുടെ മുണ്ടിന് മാത്രമേ മറ്റേ കരയുള്ളൂ, വേറെ ആരുടെ മുണ്ടിന് കരയില്ല. വേറെ എല്ലാവരും തോർത്ത് ചുറ്റണ പോലത്തെ ഡ്രസ്സിങ്ങാണ്. വീട്ടിലെ പണിക്ക് നിൽക്കുന്ന സ്ത്രീകളായാലും അവരും ഈ മറ്റേ കോറമായിട്ട് ഡ്രസ്സ് ഉടുത്തതാണ്. അമ്മാമ്മ മാത്രമാണ് ഉള്ളതിൽ ഏറ്റവും ഹൈഫൈ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നത്. ഷർട്ട് ഇടില്ല, സ്വർണ്ണക്കരയുള്ള തോർത്ത് ദേഹത്തിടും. മുണ്ട് കറുപ്പ് കരയുള്ള മുണ്ടും ഉണ്ടാവും. അത്ര വേറെ ഡ്രസ്സിൻ്റെ തന്നെ. പക്ഷേ മകൻ യൂസ് ചെയ്തതെല്ലാം ഷർട്ട് മാറ്റ കവർ ചെയ്യുന്ന ഡ്രസ്സുകളാണ്, ബോഡി കവർ ചെയ്യുന്ന ഡ്രസ്സുകളാണ്. ഇപ്പോൾ പാൻസ് പോലത്തതെല്ലാം അങ്ങനത്തെ എല്ലാം, മുണ്ടുകളൊന്നുമല്ല. പഠിക്കാൻ പോയിട്ട് മറ്റേ കുട്ടി സാരിയാണ് കൊടുത്തിരുന്നത്, പോളിസ്റ്റർ സാരി. ബ്ലൗസ് ഇങ്ങനെ നീളമുള്ള കൈ, ഇവിടെ വരെയുള്ള കൈയായിരുന്നു ബ്ലൗസ്, സാരി കൊടുത്തിട്ട്. പിന്നെ നീളമുള്ള ഒരു ചെയിൻ ഇട്ടിട്ടുണ്ട്, ഇത്ര നീളമുള്ള ചെയിൻ ഇട്ടിട്ടുണ്ട്, വലിയൊരു ലോക്കറ്റ് ഇട്ടിട്ടുണ്ട്. അത് അവിടെ എൻ്റെ അച്ഛൻ ഓൾറെഡി മരിച്ചുപോയി ഞാൻ ജനിക്കുന്ന സമയത്ത്. സോ അവരെ പറ്റി അറിയില്ല, ആരെയും കണ്ടതുമില്ല. അമ്മാമ്മയുടെ വീട്ടിലെ എല്ലാ ജോലിയും. പിന്നെ അവിടെ അമ്മാമ്മ ഒരു വൈദ്യരാണ്. പിന്നീട് കാണുന്ന കാഴ്ചയിൽ ഒരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ അവിടെ എവിടെയും ഒരു ടാറിട്ട റോഡെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. എല്ലായിടത്തും ചരൽ മണ്ണും. ആ മാർക്കറ്റിൻ്റെ നടുവിലായിട്ട് വലിയൊരു ആൽമരമുണ്ട്. അതിൻ്റെ വലത്തെ സൈഡിലായിട്ട് രണ്ട് കടകളുണ്ട്. വലത്തെ സൈഡിലായിട്ട് ഒന്ന് മൺകലമെല്ലാം വിൽക്കുന്ന കടയാണ്, രണ്ടാമത്തേത് ഒരു മരുന്നുകളെല്ലാം വിൽക്കുന്ന കടയാണ്. ഇപ്പോൾ എൻ്റെ അമ്മാവൻ അവിടെ പോയിരിക്കുകയാണ് മരുന്ന് വാങ്ങിക്കാൻ. അവിടെ നിന്ന് കുറച്ച് മരുന്ന് കിട്ടാത്ത മരുന്ന് എടുത്തിട്ട് വരികയാണ്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാൻ പറയുന്ന ചോക്കുട്ടി, ചെറിയ കുട്ടിയാണ്, 5 വയസ്സാണ്. അമ്മമ്മ അന്നത്തെ കാലത്ത് പേരുകേട്ട വൈദ്യനാണ്. പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വിഷം തീണ്ടിയത് വരെയും പാമ്പിനെ കൊണ്ട് തിരിച്ചടുപ്പിക്കുന്ന അത്രയും കഴിവുള്ള ആളാണ്. അപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ പോയി തിരിച്ചു വന്നു, വീട്ടിലെത്തി. ആ ഒരു കുഞ്ഞു കുട്ടിക്ക് ചീത്ത കേൾക്കുന്ന ഫീലാണ് ഫസ്റ്റ് എനിക്ക് അതിനകത്ത് തോന്നിയത്. ഒരു മരുന്നുകളെ ഞാൻ എന്തോ പോയി ചെയ്തപ്പോൾ ചീത്ത കേൾക്കാണ് എനിക്ക്. ഭയങ്കരമായിട്ട് സങ്കടം വന്നു എനിക്കത്. അപ്പം ആ സങ്കടം വന്നപ്പോൾ ഞാൻ ഓടിപ്പോയി അമ്മയുടെ അടുത്ത് പോയി കരയാണ്. കരയുമ്പോൾ അമ്മ പറയാണ്, അമ്മമ്മ സ്നേഹം കൊണ്ട് പറയാണ്, അതിനൊന്നും കരയാൻ നിൽക്കണ്ട, നിന്റെ നല്ലതിനാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തരാണ്. പിന്നെ കുറച്ചുകൂടി വലുതായ ഒരു ടൈമാണ് കാണുന്നത്. അപ്പോഴേക്കും അമ്മമ്മയുടെ പെറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ. എന്നെ എങ്ങനെയും പഠിപ്പിക്കണം എന്നുള്ളത്. ഈ 10 വയസ്സ് വരെയും സ്കൂളുകളിലൊന്നും പോയിട്ടില്ല. അമ്മമ്മയുടെ കൂടെ മരുന്നുകളും കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. അപ്പം അമ്മമ്മയ്ക്കൊരാഗ്രഹം എന്നെ ഒരു
ഡോക്ടറാക്കി മാറ്റണം, അമ്മമ്മയുടെ പോലല്ല ഒതുങ്ങിക്കൂടിയ പോരാന്നൊരു തോന്നൽ പുള്ളിക്ക് വന്നു. ലോകം അറിയണ ഡോക്ടറാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്ത് 10 വയസ്സിന് ശേഷമാണ് സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്. സ്കൂൾ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഒരു സാറുണ്ടാവും, താഴെ പാവിരിച്ചിട്ടാണ് ഇരുത്തിയത്. അപ്പോൾ അവിടെയാണ് സാറ് പഠിപ്പിക്കുന്നത്. സാറാണെന്നുണ്ടെങ്കിൽ ഖദറിട്ടിട്ടുള്ള വൈറ്റ് ആൻഡ് വൈറ്റ് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സാറാണ്. ഞങ്ങളെ ഒരു 8-9 പിള്ളേരെ ഇരുത്തിയിട്ട് പാടി പഠിപ്പിക്കുകയാണ് ചെയ്യുക. അത് പഠിപ്പിക്കുന്ന സമയത്ത് സാറ് പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്കൂളിൻ്റെ പുറത്തുകൂടെ വരുമ്പത്തൂടെ കുറച്ച് ആളുകൾ ജാഥ വിളിച്ചിട്ട് ഇന്ത്യയുടെ കൊടിയും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളെല്ലാം എഴുന്നേറ്റ് നിർപ്പിച്ചിട്ട് സല്യൂട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കൊടി കാണുമ്പോൾ. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത് 15 വയസ്സാണ്. 15 വയസ്സിൽ നല്ല വലുതായി സ്കൂളിൽ പഠിക്കുന്ന, നന്നായി പഠിക്കുന്ന അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പോഴാണ് എൻ്റെ ഫുൾ നെയിം എനിക്ക് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായത് ചോതിക്കുട്ടി എന്നാണെന്ന്. അപ്പോൾ സ്കൂളിൻ്റെ പേര് അതാണ്, ചോതിക്കുട്ടി എന്നാണ്. പിന്നെ ആ ഒരു സമയത്ത് വീട്ടിലെല്ലാവരും നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു സന്ധ്യ ആകാറായപ്പോൾ ഒരാൾ ഓടിക്കതച്ച് വരികയാണ്. അവർ പറയുന്നുണ്ട് വിഷം തീണ്ടിയിട്ടുണ്ട്, പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ ഞാനും അമ്മാമ്മയും വേറൊരു സഹായത്തിനുള്ള ഒരാളുണ്ട്, ഞങ്ങൾ 3 പേരും കൂടെ കാളവണ്ടി പോവാണ്. അപ്പോൾ ഈ ഓടിക്കതച്ച് വന്ന ആൾ, ഇത് വിഷം തീണ്ടിന്ന് അറിയിക്കാൻ ഓടിക്കതച്ച് വന്ന ആൾ, അയാൾ കാളവണ്ടിയുടെ പിന്നാലെ ഓടുകയാണ്. അയാൾ വണ്ടീനകത്ത് കയറ്റിയിട്ടില്ല, അയാൾ കാളവണ്ടിയുടെ പിന്നാലെ ഓടുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവർക്കുള്ള മരുന്നെല്ലാം കൊടുത്തു. അവർ കുറച്ച് ഭേദമായി വരുന്നു. അവരുടെ കാലിനാണ് പാമ്പ് കൊത്തിയിട്ടുള്ളത്, അതൊക്കെ കൊടുത്തു. ഇപ്പം നീല കളർ കുറച്ച് ഇറങ്ങി വരുന്ന ആ സമയത്ത് ഞങ്ങളോട് മരുന്ന് കൊടുക്കാനുള്ളത് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. അതേ കാളവണ്ടി തന്നെ. അമ്മയ്ക്ക് ഷർട്ട് ഇടുന്ന ശീലമൊന്നുമില്ല, ഒരു വൈറ്റ് മുണ്ടെടുക്കും, പിന്നെ അതിൻ്റെ പുറത്തുകൂടെ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെ കോളേജ് കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു, കുറച്ച് വെച്ചിട്ട് അത് നിർത്തുന്നു, മുഴുവൻ പഠിക്കുന്നില്ല, അത് നിർത്തുകയാണ് ചെയ്യണം അവിടെ നിന്ന് എന്തോ കാരണത്തിൽ. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കുകയാണ് ചെയ്യണത്. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അല്ല നിൽക്കുന്നത്, പാലക്കാടെയല്ല നിൽക്കുന്നത്, വേറെ ഏതൊരു തണുപ്പുള്ള സ്ഥലത്താണ് പിന്നെയുള്ള എൻ്റെ കാഴ്ചകളെത്തിയത്. അത് ഒരുപാട് മഞ്ഞ് മൂടി കിടക്കുന്ന പോലത്തെ ഒരു സ്ഥലം. ഹസ്ബൻഡാണെങ്കിൽ മിലിറ്ററിയിലാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ പോയതാണ്. നല്ല ലൈഫായിരുന്നു, ഹാപ്പി ലൈഫായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. വാവയ്ക്ക് വിജയ് എന്ന് പേരിട്ടു. ഞങ്ങൾ രണ്ടുപേരും ലൈഫ് നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ എന്തോ ഒരു യുദ്ധം ഉണ്ടാകുന്നത്. ആ ഒരു യുദ്ധത്തിൽ പക്ഷേ ഹസ്ബൻഡ് മരിക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞും പിന്നെ ഞങ്ങൾ അവിടെ തന്നെയാണ്, ആദ്യ ക്വാർട്ടേഴ്സിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ എന്നെ ബാലൻസ് ആയിട്ടുള്ള പഠിക്കാൻ വിടുകയാണ് ചെയ്തത്. എൻ്റെ അമ്മാമ്മയുടെ വലിയ സ്വപ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളി എന്നെ പഠിക്കാൻ വിടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ പഠിച്ച് കഴിഞ്ഞിറങ്ങി കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ ആണ് ഹസ്ബൻഡ് മരിക്കുന്നത്. ഇപ്പോൾ ഞാനും എൻ്റെ ഭർത്താവിൻ്റെ പേര് സത്യൻ, പുള്ളി വിജയ് എന്ന പേരുള്ള മകനും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പോഴാണ് യുദ്ധം വന്നെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കാൻ വണ്ടി വന്നത്. ജീപ്പ് വന്നു, മിലിറ്ററിയിലെ ജീപ്പ് വന്നു. അങ്ങനെ പോയതാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ പുള്ളിയെ കണ്ട അവസാനത്തെ ദിവസം അതാണ്. പക്ഷെ അത് പോകുമ്പോൾ അറിയില്ലായിരുന്നു. മനോഹരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലൈഫിൽ പെട്ടെന്നൊരു ഒരാളിൻ്റെ ഇല്ലായ്മ. അത് പെട്ടെന്ന് കരഞ്ഞിട്ടോ ചിരിച്ചിട്ടോ മാറ്റാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ അറിയില്ലായിരുന്നു. കാരണം അമ്മ വന്നാണ് കുറേ പറഞ്ഞ് കുറേ ഒന്ന് കരയിപ്പിച്ചത്. കരഞ്ഞാലേ എനിക്കെന്തെങ്കിലും ആവാതിരിക്കുന്നു എന്ന് അമ്മ പറഞ്ഞു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നിറയെ കരഞ്ഞു. 3-4 ദിവസം വരെ കരഞ്ഞിട്ടുമില്ല, ചിരിച്ചിട്ടുമില്ല, ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ കുറേ കരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊരു ആശ്വാസമായത്. അപ്പം അമ്മ പറഞ്ഞു അവിടുന്ന് പോകാമെന്ന്. പോകുമ്പോൾ അത് ഫുള്ള് മഞ്ഞ് പിടിച്ചൊരു സ്ഥലമാണ്. ഈ കല്ല് പുറമെ കരികല്ല് കാണൂലേ മതിലിൽ, അങ്ങനത്തെ പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ മോഡൽ. പിന്നെ അതിന് നിറയെ വലിയ ജനലുണ്ട്, ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള. ഇപ്പോൾ ജനലിൻ്റെ മരത്തിന് അത്രയും വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ജീപ്പ് അവിടുന്ന് മുമ്പിൽ നിന്ന് ഇറങ്ങിയാൽ ഇങ്ങനെ വളഞ്ഞിങ്ങനെ
വീടിൻ്റെ ഫ്രണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിങ്ങനെ വീടിന് ചുറ്റി ആണ് താഴോട്ട് ഇറങ്ങുന്നത്. അതൊരു മലയടിവാരത്തിലേക്കാണ് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. ഇത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. അത് ആ ബിൽഡിങ്ങിനകത്ത് കൂടുതലും മരത്തിൻ്റെ വസ്തുക്കളാണ് യൂസ് ചെയ്തത്. പഴയ വിൻറ്റേജ് മോഡൽ ഫർണിച്ചറും എല്ലാ കാര്യങ്ങളും അവിടെ വിൻറ്റേജ് മോഡലാണ്. ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയാൽ പിന്നെ വരുന്നത് ഒരു മാർക്കറ്റ്. ആ റോഡ് ചെന്ന് ഇറങ്ങുന്നത് ഒരു മാർക്കറ്റിലേക്കാണ്. ഒരു കുട്ടി പൂ മാർക്കറ്റുണ്ട്, പച്ചക്കറി മാർക്കറ്റുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. അവിടോട്ടാണ് അത് ഇറങ്ങുന്നത്. പിന്നെ കുറച്ചുകൂടി ഉണ്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഉക്കട മാർക്കറ്റിലേക്ക് പോണ പോലത്തെ ഒരു സ്ഥലമാണ് അത്. അവിടെ നിന്ന് നേരെ പോയാൽ ഉക്കടത്താണ് എത്താം. അടുത്ത ആ നദീൻ്റെ അവിടേക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ അവിടെയാണ് എത്തുന്നത്. അത് കുറച്ചല്ല, കുറേ ദൂരം പോകുമ്പം അവിടെയാണ് എത്തുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഉള്ളത് ഈ പറഞ്ഞ സ്ഥലം ഒറ്റപ്പെട്ട സ്ഥലമാണ്. അധികം ഒന്നും അടുത്തേക്കൊന്നും ആൾക്കാരില്ല. പക്ഷേ ഈ പറഞ്ഞ ഇത് ക്വാർട്ടേഴ്സാണ്. ആ ക്വാർട്ടേഴ്സിൽ അപ്പുറവും ഇപ്പുറവും നിറയെ ആളുകളുണ്ട്. അടുത്തല്ല, ആളുകളുണ്ട്, പക്ഷെ അടുത്തല്ല, കുറച്ച് ദൂരത്തില്ല. ഈ വീടിനെ പോലെ തന്നെ ബാക്കി ഇങ്ങനെ തട്ടായിട്ടാണ് വീടുകൾ നിൽക്കുന്നത്. ഇത് കുറച്ച് ഉയരത്തിലുള്ള വീടാണ്. ഇതിൻ്റെ ഇങ്ങനെ വളഞ്ഞിറങ്ങിയാൽ പിന്നെ ഉള്ള റോയിൽ 3-4 വീട്, അവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ ഉള്ള റോയിൽ 3-4 വീട്, അങ്ങനെയാണ്. ആ സമയത്ത് ഏറ്റവും സന്തോഷം തോന്നിയ എന്തെങ്കിലും സംഭവങ്ങൾ, ഏറ്റവും പൊട്ടിച്ചിരിക്കാൻ തോന്നിയ സംഭവങ്ങൾ? അത് ഞങ്ങൾ പുറത്തു പോയപ്പോൾ ഒരു ദിവസം അവിടെ എന്തോ മറ്റു കുറച്ച് പെണ്ണുങ്ങൾ മഞ്ഞ സാരി കൊടുത്തിങ്ങനെ എന്തൊക്കെയോ ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ അവിടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കണുണ്ട്. അവിടുന്ന് വാവയ്ക്ക് കുറേ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു. പിന്നെ വരുന്ന വഴിക്ക് കടയിൽ കയറി എന്തോ ഡ്രസ്സോ അങ്ങനെ എന്തോ ഐറ്റം വാങ്ങിച്ചു വാവയ്ക്ക്. അങ്ങനെ കുറേ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകും. എപ്പോഴും പുറത്തു പോകും. എവറി ഡേ എന്ന് പറയുന്ന പോലെ പുറത്തു പോകും. അതാണ് ഏറ്റവും ഹാപ്പി ആയിട്ട്. ഫാമിലി വൈസ് ഐ വാസ് ഹാപ്പി. ആ ഒരു ലെവലാണ്. എല്ലാം ഇടയ്ക്ക് പുറത്തു പോകും, മൂവിക്ക് പോകണം. അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാവില്ലേ അവരുടെ ഇതിലെ മിലിറ്ററിയിലെ പരിപാടിക്ക്, അതിനെല്ലാത്തിനും ഞങ്ങളെ കൊണ്ടുപോകും. പിന്നെ അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല. മോൻ്റെ 1ാം പിറന്നാളാണ്. തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അത് വന്നിട്ട് ആഘോഷിക്കാമെന്ന് പറഞ്ഞു. ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം വരാമെന്ന് പറഞ്ഞു. പിന്നെ നെറ്റിയിലൊരു ഉമ്മ വെച്ചു. വാവക്ക് ബൈ പറഞ്ഞിട്ടാ പോയത്. പിന്നെ എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞു കുറേ കരഞ്ഞു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ പഠിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് പോയി. അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചു. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ക്വാർട്ടേഴ്സിൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് താമസിച്ചത്. അതല്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് വിട്ടിട്ട് വന്നു. അവിടെ അടുത്ത എവിടെയോ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പഠനം കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് ഹസ്ബൻഡിൻ്റെ വലിയൊരു ആഗ്രഹമായതുകൊണ്ട് മാത്രമാണ് അത് പഠിച്ചെടുത്തത്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അമ്മയും മോനും ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലാണ് ഫസ്റ്റ് പ്രാക്ടീസ് എല്ലാം തുടങ്ങുന്നത്. അവിടെ ജസ്റ്റ് കോഴ്സ് കംപ്ലീഷന് ചെയ്തിട്ടുള്ളൂ. നാട്ടിൽ വന്നപ്പോൾ ആദ്യം പോയത് അമ്മമ്മയുടെ വീട്ടിലാണ്. അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അമ്മമ്മയ്ക്ക് വലിയ സന്തോഷമായി. പക്ഷെ അത് മുഖത്ത് കാണിച്ചേ ഇല്ല. പിന്നെ അവിടെ ഒരു ഡോക്ടറുടെ അടുത്ത് അമ്മമ്മേനെ കൊണ്ടുവന്ന് ആക്കി പ്രാക്ടീസ് തുടങ്ങാൻ. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കാര്യം അമ്മമ്മ അടുത്ത് പറഞ്ഞു. അമ്മമ്മ ഭയങ്കരമായിട്ട് ഹാപ്പിയായി, വല്ലാതെ സന്തോഷമായി. പിന്നെ അതിനു വേണ്ടിയുള്ള എല്ലാത്തിനും ഓടി നടന്നതും എല്ലാം അമ്മമ്മയായിരുന്നു. ആ ഒരു ക്ലിനിക് സ്റ്റാർട്ടാവാൻ പുള്ളിയുടെ കൂടെ ആഗ്രഹമായിട്ട് എനിക്ക് തോന്നിയപ്പോൾ അത് അങ്ങനെ ക്ലിനിക്ക് വന്നു. ക്ലിനിക്ക് പോയി എല്ലാവരും അറിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് മോനെ സ്കൂളിൽ ചേർക്കാറായി.
അപ്പോൾ അമ്മമ്മ പറഞ്ഞു നമ്മളൊന്നും പഠിച്ച പോലെ ആവരുത്, അവന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്നെ കൊടുക്കണം, ഏറ്റവും നല്ല ഡോക്ടറാക്കണം അവനെ എന്ന് അമ്മമ്മയുടെ ആഗ്രഹം പറഞ്ഞു. അവൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിൽ അത് ഞങ്ങളുടെ വീട്ടിൽ ആഘോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞും അവൻ നന്നായി പഠിക്കാൻ പോവും. പിന്നെ എനിക്ക് പേഷ്യൻസും രോഗികളെ നോക്കണം, അപ്പം വീട്ടിൽ പോയി നോക്കണ ഇതില്ല. എല്ലാവരും അവിടെ വന്നിട്ട് ക്ലിനിക്കിൽ വന്നിട്ട് നോക്കുന്നതാണ്. പക്ഷെ എല്ലാവരും കാശ് തരുമൊന്നുമില്ല. ഇല്ലാത്തവരും ഇല്ലയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ചിലരാണെന്നുണ്ടെങ്കിൽ കാശിന് പകരം വേറെ എന്തെങ്കിലും തരും. അങ്ങനെയാണ്. പക്ഷെ അവനെ പഠിപ്പിക്കാനുള്ളത് അവൻ്റെ അച്ഛൻ തന്നെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ക്ലിനിക്ക് മാറി, അത് ഹോസ്പിറ്റലായി, വലുതായി, ഒരു 10 വർഷത്തിനുള്ളിൽ. അപ്പോഴേക്കും അവൻ വലിയ സ്കൂളിൽ വലിയ ക്ലാസ്സിലെത്തി. പക്ഷെ പ്രശ്നങ്ങളാവാൻ തുടങ്ങി ആ ഒരു 10 വർഷത്തിൽ. പിന്നെ അവൻ ഭയങ്കര ബഹളമാണ്. എനിക്കറിയാവുന്ന എല്ലാ മരുന്നും പരീക്ഷിച്ചു. അവൻ്റെ ഒരു മാനസിക മാറ്റത്തിന് എന്താണ് കാരണമെന്നറിയാൻ. അത് പക്ഷേ നടന്നില്ല. എപ്പോഴും ചെയ്യുന്നത് ദേഹോപദ്രവമാണ്. കേൾക്കുന്നില്ല കഥ പറയുന്നത്. കുറച്ചും കുറച്ചത് പറഞ്ഞ എപ്പോഴും അടിക്കും. വക്കെടുത്ത് വെച്ചറിയും. ആരടിക്കും? ചോര വന്നു, ഒരു കത്തി എടുത്ത് വന്നു, ചോര വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അത് ഡ്രസ് ചെയ്തു. അവനെപ്പോഴും ദേഷ്യമാണ്. ഇവിടെ ചോര വന്നു. അപ്പം ഞാനത് തടുത്തു, കത്തിയെടുത്ത് എറിഞ്ഞു. ഇവിടെ തട്ടി, ഇവിടുന്ന് ഇത്ര വെള്ളത്തിൽ മുറിഞ്ഞിട്ട് ചോര വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. അവിടെ എല്ലിനെങ്ങാണ്ടും തട്ടിയ പോലത്തെ ഒരു ഫുൾ ബ്ലീഡിങ് ആയിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ചെല്ലാം ഇട്ടു. ഡോക്ടർ നന്നായി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അന്ന് രാത്രി പക്ഷേ അവൻ്റെ റൂമിനകത്തുനിന്ന് ഇങ്ങനെ നിറയെ പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു. അവൻ അവിടെ പോയി നോക്കിയപ്പോഴാണ് കണ്ടത്. അന്ന് അതിൻ്റെ 2 ദിവസം മുമ്പേ ചെന്നൈയിൽ വന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ റൂമിൽ പോയി നോക്കിയപ്പോഴാണ് ഭയങ്കരമായിട്ട് കഞ്ചാവിൻ്റെ സ്മെല്ലെല്ലാം വരാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് ഞാൻ പോയി അടിച്ചു. പക്ഷെ അവൻ അത്ര കോൺഷ്യസ് മോഡിലല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് അവനെ അടിച്ചത് അത് അവനെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തു. പക്ഷേ ഞാൻ ഓടിപ്പോയിട്ട് വാതിൽ പുറത്തുനിന്ന് അടച്ചു കളഞ്ഞു, അവൻ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുറത്ത് നിന്നു. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ അവനോട് പോയി, ചെന്നൈക്ക് പോയി. പിന്നെ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതാ പക്ഷെ അവൻ ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച ഇല്ല, വന്നില്ല. കത്ത് മാത്രം വന്നു, കാശ് വേണമെന്ന് പറഞ്ഞിട്ട്. ചെറിയ വീടാണ്, ഓടിട്ട വീടാണ്. വലിയ അത്ര വലിപ്പമല്ല, ഒരു ആൽമരമുണ്ട്. ഇപ്പുറത്തെ വഴി കൂടെ ഒരു അമ്പലത്തിലേക്കുള്ള വഴിയുണ്ട്. അമ്പലം കാണില്ല, വഴിയുണ്ട്. എന്തോ ഒരു ഭഗവതി ടെമ്പിളാണ്. വീടിൻ്റെ ബാക്കിലായിട്ട് 3 വീടുകളാണ്, ഓടിട്ട കുഞ്ഞു വീടുകളാണ്. ഒന്നുമില്ല. ഗേറ്റ് പോലെ ഇങ്ങനെ മുള കൊണ്ട് ഗേറ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതാണ്. കുറേ മുറ്റമുണ്ട്. അതിന് വീട് ചെറുതാണ്, പക്ഷെ കുറേ മുറ്റമുണ്ട്. അതിന് മുമ്പോട്ട് പോയി നേരെ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ നടന്ന് പിന്നെ ഇടത്തോട്ടെടുത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ്. മറ്റേ ഭയങ്കര ഒച്ചയുണ്ടാക്കുന്ന അങ്ങനത്തെ ട്രെയിനാണ്. ഏതോ ഉരുണ്ട ഇതുള്ള അങ്ങനത്തെ ട്രെയിൻ, ഉരുണ്ട കമ്പാർട്ട്മെൻറ്റുകൾ, ചതുരല്ല. അവിടെ പക്ഷേ അതിൻ്റെ അടുത്തൊന്നും കടകളൊന്നുമില്ല. ഇതുണ്ട്,
മരത്തിൻ്റെ പോസ്റ്റിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മരത്തിൻ്റെ പോസ്റ്റാണ്, കോൺക്രീറ്റിൻ്റെ അല്ല. പിന്നെ ഈ ഉരുട്ടണ വണ്ടിയുണ്ട്, സൈക്കിളല്ല കറക്റ്റായിട്ട്, സൈക്കിളിലൊരു മോഡൽ പോലത്തെ വണ്ടിയുണ്ട്. അത് പക്ഷെ ആളുകൾ ഉരുട്ടിയിട്ടാണ് കൊണ്ടുപോകുക. ഹോസ്പിറ്റലിൽ നോക്കാതെ കുറേ വീട്ടിൽ തന്നെ ഇരുന്നു. കുറച്ച് കാലം കഴിഞ്ഞു. പിന്നെ കുറച്ച് അമ്മമ്മയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ പക്ഷേ അവർ ആ വീട് എൻ്റെ അടുത്ത് എടുത്തോന്ന് പറഞ്ഞതാണ്. അത് എനിക്ക് തന്ന വീടാണ്. ഞാൻ പക്ഷെ അതവിടെ നിൽക്കാറുമില്ല. ഹോസ്പിറ്റലിൽ മോനെ കാണാൻ വേണ്ടി പോവാതിരുന്നു, പക്ഷെ അത് നടന്നില്ല. അവൻ പിന്നീട് ഒരിക്കലും വന്നതുമില്ല. കുറേ കത്തുകൾ അയച്ചു. പിന്നെ കത്തൊന്നും അയച്ചിട്ട് ഒരു ലെറ്ററിന് റിപ്ലൈ വരുന്നില്ല. പിന്നെ കുറേ കാലം വെറുതെ വീടിനകത്തിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ പോകുള്ളൂ. ഞാൻ പേഷ്യൻസ് വീട്ടിൽ വരാൻ തുടങ്ങി. പക്ഷേ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത മരുന്ന് എന്തോ തെറ്റി. അങ്ങനെ ആയപ്പോൾ പിന്നെ അത് എല്ലാവരും പറയാൻ തുടങ്ങി. പിന്നെ അങ്ങനെ പേഷ്യൻസ് കുറഞ്ഞു. കൊടുത്തു തീർക്കാനുള്ളത് കൊടുക്കാമെന്ന് വെച്ചിട്ട് അത് വിൽക്കാൻ വെച്ചിട്ട് വിറ്റ് കിട്ടുന്നില്ല. അത്രയും വലിയൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ ആ നാട്ടിൽ അങ്ങനെ ആരും ഇതില്ല. പോരാത്തിന് അവിടെ അത്രയും ഡോക്ടേഴ്സ് അത്രയും ഇതൊന്നും ഇല്ല അവിടെ. അപ്പോൾ ആരും വാങ്ങില്ല. പൊളിച്ചിട്ട് വേറെ എന്തെങ്കിലും തുടങ്ങാൻ. പിന്നെ ഞാൻ ആ തറവാട് വിൽക്കാനുള്ളതിൻ്റെ നോക്കിയപ്പോൾ അതും നടന്നില്ല. പ്രോബ്ലം കുറേ ആയപ്പോൾ ചെന്നൈ പോയി നോക്കാൻ തീരുമാനിച്ചു. അവിടെ പോയപ്പോൾ അവൻ അവിടുന്ന് വിട്ടിട്ട് പഠിത്തം നിർത്തിയിട്ട് അവിടുന്ന് വിട്ടിട്ട് കുറേ നാളായി അറിഞ്ഞു. പിന്നെ എവിടെയാണെന്ന് ആർക്കും ഐഡിയ ഇല്ല. തിരിച്ചു വന്നിട്ട് ആദ്യം പോയത് തറവാട്ടിലേക്കാണ്. അവിടെ അമ്മമ്മക്ക് തിരിവെച്ചിട്ട് അമ്മമ്മയുടെ പറമ്പിൽ പോയിട്ട് ആ ഫ്രൂട്ട് എടുത്തു. എന്നിട്ട് അതുകൊണ്ട് വീട്ടിൽ പോയി. അത് കസ്കസൊക്കെ പോലത്തെ ഒരു ഫ്രൂട്ടല്ല, അത് പൊളിച്ചു കഴിഞ്ഞു. എന്നിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ മരിച്ചു. ഷി വാസ് പ്രഗ്നൻറ്റ്. അത് ആ കുട്ടി വന്ന് കരഞ്ഞ് പറഞ്ഞു എൻ്റെ അടുത്ത്, അവൾ നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ അവളെ നന്നായി നോക്കിയിരുന്നു. അവളുടെ ചിലവെല്ലാം അവളുടെ വീട്ടിൽ നിന്ന് അവൻ ഇറക്കി കൊണ്ടുവന്നതാണ്. ചിലവെല്ലാം നോക്കിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അതൊന്നുമില്ല, അവൻ എവിടെയാണെന്ന് അറിയില്ല. ഷി വാസ് അബൌട്ട് ടു ഡെലിവർ. ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് വന്നു. ഒരു ആശ്രയം ഇല്ലെങ്കിൽ അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ തറവാട് വിറ്റിട്ട് അത് മുഴുവൻ അവളുടെ പേരിൽ എഴുതി വയ്ക്കാൻ നോക്കി, നടന്നില്ല. അത് കഴിഞ്ഞിട്ട് അറിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കത്ത് വന്നു, ആ കുട്ടി മരിച്ചു. അപ്പോൾ അതെന്തോ ചെയ്തതാണ്. അവസാനമായിട്ട് അവരിങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചപ്പോൾ എന്നിട്ട് പഠിക്കാൻ തീരുമാനിച്ചോ? എങ്ങനെയാണ് പഠിച്ചത്? എന്താ അതിന് വേണ്ടി ചെയ്തത്? അത് ആ പച്ച കളർ ഫ്രൂട്ട് അത് വെള്ളത്തിൽ കലക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുടിച്ചു. ആരാ പറഞ്ഞത് കഴിച്ചാൽ മരിക്കുന്നു? അമ്മമ്മയുടെ മരുന്ന്. അതിൽ പെയിൻലെസ് ആയിരിക്കും. അത് നോക്കിയാൽ BP ഹൈ ആയ പോലെ തോന്നുന്നു. വിഷമാണെന്ന് തോന്നുന്നില്ല. അമ്മ അത് ചെയ്തിട്ടുണ്ട്. ആർക്കല്ല? വീട്ടിലൊരാളെടുത്ത്. മരിച്ചോ? ആര്? അമ്മമ്മയുടെ അമ്മേനെ ദ്രോഹിച്ചപ്പോൾ, കുറേ പ്രാവശ്യം ദ്രോഹിച്ചപ്പോൾ അമ്മമ്മ പറഞ്ഞെടുത്ത ഐഡിയ. എന്നോട് വേറെ പറഞ്ഞു? അമ്മ നീ എന്ത് ചെയ്തു? ഇല്ല, ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഓരോരുത്തരുടെ മരണവും അതിൻ്റെ പിന്നിലുള്ള കാരണവും ഇതൊക്കെ അന്വേഷിച്ച് ഞാൻ നടന്നിരുന്നു. അപ്പോൾ ഇത് ഞാൻ കണ്ടുപിടിക്കുന്നുള്ള ഒരു ലെവലെത്തിയപ്പോൾ അമ്മാമ്മ എന്നോട് പറഞ്ഞു തന്നത്. അപ്പോൾ പറഞ്ഞു 2 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന്. ഒന്ന്,
ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കണം. 2 മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനാണോ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ കൊന്നുകളയല്ലേ? കൊന്നു കളയാന്നല്ല, അവർക്കൊരു പാഠം കൊടുക്കുന്നു. ഒരു ഗ്ലാസ് പാല് കുടിച്ചു. അതിനുശേഷം വെള്ളത്തിൽ ഇത് ചിയ സീഡ്സ് പോലത്തെ ഇത് വെള്ളത്തിൽ കലക്കി അതിലേക്ക് മഞ്ഞളിട്ടു. കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പോയി ഫാനിട്ടു. നേരത്തപ്പോൾ സീലിംഗ് ഫാനല്ല, ഇവിടെ ചക്രം മാത്രമാണത്. ഈ കൈ കൊണ്ട് എടുത്തിട്ട് ഈ കൈ കൊണ്ട് പിടിച്ചു. കുടിക്കാൻ തോന്നിയില്ല, പേടി വന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് പോയി ഉമ്മർത്ത് പോയിരുന്നു. പക്ഷേ ഉമ്മർത്ത് പോയി നിന്നപ്പോഴാണ് കസേരയിൽ അവൻ്റെ മുമ്പുള്ള കത്ത്, ആ കൂട്ടത്തിൽ ആ പെൺകുട്ടി മരിച്ച കത്ത് രണ്ടും കൂടെ വായിച്ചു. ആകെ ടെൻഷനായി. നേരെ അടുക്കളയിൽ പോയിട്ട് അതെടുത്ത് ഒറ്റ വലിക്കങ്ങ് കുടിച്ചു കൊടുത്തു. കുറച്ച് നേരത്തിന് ഒരു കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവിടുന്നൊരു പെയിൻ, ഒരു പിടുത്തം. അത് ഇങ്ങനെ ഇവിടേക്ക് വന്ന് ചെവിയുടെ അവിടെ നിന്ന് ഭയങ്കര വേദന. കൈയെടുത്ത് നോക്കിയപ്പോൾ ബ്ലഡ് ഉണ്ടായിരുന്നു കയ്യിൽ. കുറച്ച് ബ്ലഡ് വരുന്നു. മൂക്ക് നനഞ്ഞു, മൂക്കിൽ ബ്ലഡ്. ഇവിടെയൊക്കെ പെയിൻ വരുന്നു. ഇവിടെല്ലാം വലിയുന്നു. തലയൊക്കെ പൊടിയുന്ന വേദനയുണ്ട്. എനിക്കിന്ന് ചോര, ചെവിയിൽ നിന്നൊക്കെ ചോര വന്നു. പിന്നെ കണ്ണ നടഞ്ഞു പോയി. പിന്നെ തുറന്നില്ല. നല്ല പെയിനുണ്ടായിരുന്നു. പക്ഷെ തല ഇടിച്ചപ്പോൾ തല എവിടെ തട്ടിയിട്ടുണ്ട്. ഇവിടെ ഇടിച്ച വീട് തലയാണ് വേദനിക്കുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കിടക്കണടുത്ത് വീട്ടിലുള്ള ചേച്ചി വന്നു. ചേച്ചി ഓടി വന്നു. ചേച്ചിയാണ് അപ്പുറത്തെ ചേട്ടനൊക്കെ പോയി വിളിച്ചുകൊണ്ട് വന്നു. മുറ്റത്ത് പണിയെടുക്കുന്ന ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ ആളുകളെല്ലാം വന്നു. ആ ലെറ്റർ അപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അത് കത്തിക്കണമെന്ന് വിചാരിച്ചിരുന്നു, മറന്നുപോയി. മുമ്പ് കത്തിക്കണമെന്ന് വിചാരിച്ചിരുന്നു, മറന്നുപോയി. നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പം നിങ്ങളുടെ ശരീരം തന്നെ കാണുന്നത്? അടുത്ത് നിൽക്കുകയായിരുന്നു. എനിക്ക് വിഷമമുണ്ടോ തോന്നപ്പോഴും? സങ്കടമുണ്ടോ? ആ പെൺകുട്ടി അവളെ തിരഞ്ഞു പോയി. കിട്ടിയില്ല. ഒരു കുഞ്ഞും കൂടെ എനിക്കൊന്നും ചെയ്യാനായില്ല. എന്തൊക്കെ ചെയ്യായിരുന്നു, ഒന്നും ചെയ്തില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവളില്ല, അവളും കുഞ്ഞും മരിച്ചു. അതിനാരും ഇല്ലാണ്ടാക്കി.
പാവത്തിന് കുറയില്ല. എന്താ സംഭവിച്ചത്? ആ കുട്ടി എന്താ ചെയ്തത്? അതിലവൾക്ക് ബ്ലീഡിങ് വന്നു. അതിൻ്റെ ജീവനാണ്. ഞാൻ എനിക്കുള്ളത് തറവാട് പോലും വിൽക്കാതെ വെച്ചത് കട വന്നിട്ട് അവന് വേണ്ടിയിട്ടാണ്. അത് മുഴുവൻ ഞാൻ അവർക്ക് കൊടുത്തു. പക്ഷെ കുട്ടി കാത്തുന്നില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും കേട്ടില്ല, കാത്തുനിന്നില്ല. സങ്കടമുണ്ടോ? സംഭവം എന്തിനാ സങ്കടം? ഒരു ആ കുട്ടി അവരുടെ വീട് വരെ ഒന്ന് സഞ്ചരിച്ചു നോക്കി. അവിടെ എൻ്റെ അമ്മ കരഞ്ഞു കിടക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടായിരുന്നു. ഇങ്ങനാവില്ലേ? വിജയനിപ്പോ എവിടെയാണ്? അറിയില്ല. നീ മരിച്ചതിന് ശേഷം നീ പോയി നോക്കിയില്ലേ അവനെവിടെയാണോ? അന്വേഷിച്ചില്ല. എനിക്കറിയുന്നുണ്ട് വീടിൻ്റെ എന്നോട് ചെയ്തത് എനിക്ക് പുറത്തു കൊടുക്കാനാവും.